നമസ്കാരം, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാൻ ലാസ്റ്റ് ചെയ്ത ഒരു ടീച്ചിങ് വീഡിയോ എന്ന് പറയുന്നത് എൻ്റെ സ്കൂളിലെ കുറച്ച് വേക്കൻസീസ് കാണിച്ചുകൊണ്ടുള്ള വീഡിയോ ആയിരുന്നു. അതിന് നല്ല റെസ്പോൺസ് ആയിരുന്നു കിട്ടിയിരുന്നത്. ഒരുപാട് CV മെയിലിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു. അതെല്ലാം ഒന്നും ഫോർവേഡ് ചെയ്യാൻ പറ്റിയിട്ടില്ല. പക്ഷേ ആ ഒരു പോസ്റ്റിനോട് ഏകദേശം മാച്ച് ആവുന്ന ഒരുപാട് CVs ഫോർവേഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ 4 പേർക്ക് ഇൻ്റർവ്യൂ കിട്ടിയിട്ടുണ്ടായിരുന്നു. അതിൽ ഒരാളെയാണ് സെലക്ട് ചെയ്തിട്ടുള്ളത്. ആളിപ്പോൾ നമ്മുടെ ടീച്ചർ നമ്മുടെ കൂടെ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇനിയും അതുപോലുള്ള വേക്കൻസീസ് ഉണ്ടെങ്കിൽ ഞാൻ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇന്നിപ്പോൾ അതൊന്നുമല്ല. ഇന്നിപ്പോൾ തംബ്നെയിൽ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഇന്ന് നമ്മുടെ ഒരു ടീച്ചിങ് ജോലി ഇവിടെ കിട്ടാൻ വേണ്ടിയിട്ട് എന്തൊക്കെ റിക്വയർമെൻറ്റ്സ് നമ്മൾ ഫുൾഫിൽ ചെയ്യണം എന്നതിനെ കുറിച്ചിട്ടുള്ള ഒരു വീഡിയോ ആണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ ഇതിപ്പോൾ ഈ വർഷം കഴിയാറായിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ UAE സ്കൂളുകളിൽ CBSE സ്കൂൾസിൽ, എസ്പെഷ്യലി CBSE സ്കൂൾസിൽ ന്യൂ അക്കാദമിക് ഇയർ സ്റ്റാർട്ട് ചെയ്യുന്നത് ഏപ്രിൽ മാസത്തിലാണ്. അപ്പോൾ ആ ഒരു ന്യൂ അക്കാദമിക് ഇയർ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ധാരാളം വേക്കൻസീസ് ഉണ്ടാവാറുണ്ട്. അപ്പോൾ ആ ഒരു സമയത്ത് ആ ഒരു വേക്കൻസീസ് കവർ ചെയ്യുന്ന ഇൻ്റർവ്യൂസ് നടക്കുന്നത് മോസ്റ്റ്ലി ഫെബ്രുവരി ഒരു മിഡോട് കൂടിയിട്ട് സ്റ്റാർട്ട് ചെയ്യും. ഫെബ്രുവരി മാർച്ചിലൊക്കെയാണ് ഇവിടെ CBSE സ്കൂളിലേക്ക് ഒരുപാട് ടീച്ചേഴ്സിനെ ഹയർ ചെയ്യുന്നത്. അപ്പോൾ ഇതൊരു റൈറ്റ് ടൈമാണെന്ന് തോന്നുന്നു ഈ ഒരു വീഡിയോ. അപ്പോൾ നിങ്ങൾ UAEയിൽ ഒരു ടീച്ചിങ് ജോബ് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ മസ്റ്റായിട്ടും ഈ വീഡിയോ ഫുള്ളായിട്ട് കാണുക. ബിഫോർ യു ആർ അപ്ലൈയിങ്, അതായത് നിങ്ങൾ ടീച്ചിങ് ജോബിന് അപ്ലൈ ചെയ്യുന്നതിന് മുമ്പ് എന്തൊക്കെ റിക്വയർമെൻറ്റ്സ് നിങ്ങൾ ഫുൾഫിൽ ചെയ്യണം. ഓഫ് കോഴ്സ് ഈ വീഡിയോ നിങ്ങൾക്ക് വളരെ ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ ആയിരിക്കും ഉറപ്പുണ്ട്. അപ്പോൾ നമുക്ക് ഡിലേ ചെയ്യാതെ വീഡിയോയിലേക്ക് പോവാം അല്ലേ? ഓക്കെ. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങളിപ്പോൾ UAEയിൽ ഒരു ടീച്ചിങ് ജോബ് ട്രൈ ചെയ്യാൻ വരുവാണെങ്കിൽ നിങ്ങൾക്ക് ആദ്യമായിട്ട് ഉണ്ടാവേണ്ടത് നിങ്ങൾക്ക് ആ ടീച്ചിങ് പോസ്റ്റിന് വേണ്ട എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ ഉണ്ടായിരിക്കണം. അപ്പോൾ എന്താണ് ആ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ? ഇവിടെ പറയുന്ന മിനിമം യോഗ്യത, ടീച്ചർ ആവാനുള്ള മിനിമം യോഗ്യത എന്ന് പറയുന്നത് ഒരു ഡിഗ്രിയാണ്. അതായത് ഇപ്പോൾ നിങ്ങൾക്ക് ഒരു സബ്ജക്ട് ടീച്ചർ ആവണമെങ്കിൽ ആ സബ്ജക്റ്റിൽ നിങ്ങൾക്ക് ഡിഗ്രി ഓർ മാസ്റ്റേഴ്സ് ഉണ്ടെങ്കിൽ കുറച്ചും കൂടി പ്രിഫറൻസ് ഉണ്ട്. പക്ഷേ ബേസിക് യോഗ്യത എന്ന് പറയുന്നത് ഡിഗ്രിയാണ്. ഡിഗ്രി പ്ലസ് ഒരു ടീച്ചിങ് ഡിഗ്രി അല്ലെങ്കിൽ ടീച്ചിങ് ഡിപ്ലോമ അത് മസ്റ്റായിട്ടുണ്ട്. ഈ വർഷം തൊട്ട് 2025 തൊട്ട് എല്ലാ സ്കൂളുകളും BEd ഉള്ളവരെയാണ് ടീച്ചേഴ്സിനെ പരിഗണിക്കുക. ചിലപ്പോൾ നിങ്ങൾ വേറെ വീഡിയോസൊക്കെ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ BEd തന്നെ ആവണമെന്നില്ല, എനി ടീച്ചിങ് ഡിഗ്രി അല്ലെങ്കിൽ ഡിപ്ലോമ ഉണ്ടായാൽ മതി, പ്ലസ് നിങ്ങളുടെ ഒരു ഡിഗ്രി. ഓക്കെ, ഇതാണ് ഫസ്റ്റായിട്ട് പറയുന്ന എഡ്യൂക്കേഷണൽ ബാക്ക്ഗ്രൗണ്ട് നിങ്ങൾക്ക് വേണ്ടത്. പിന്നെ സെക്കൻഡായിട്ട് നമ്മൾ പറയുകയാണെങ്കിൽ ഇതിൻ്റെയൊക്കെ നിങ്ങൾ ചെയ്യുന്ന ഡിഗ്രി നിങ്ങൾ റെഗുലറായിട്ട് ചെയ്തിരിക്കുന്നതായിരിക്കണം. അതായത് ഡിസ്റ്റൻറ്റ് ഡിഗ്രീസ് പ്രിഫർ ചെയ്യുന്നില്ല. ഇപ്പോൾ ഇതിൻ്റെ ഇടയിൽ നമ്മൾ കുറച്ച് ന്യൂസൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു, ഡിസ്റ്റൻറ്റ് ഡിഗ്രി ആണെങ്കിലും ഇക്വലൻസി കിട്ടുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷേ നിലവിൽ നിങ്ങളുടെ ഡിഗ്രി റെഗുലർ ആയിരിക്കണം. അതാണ് അടുത്ത പ്രധാനമായിട്ടുള്ള കാര്യം നിങ്ങൾ ഓർക്കേണ്ടത്. ഓക്കെ, അപ്പോൾ ഇതാണ് എഡ്യൂക്കേഷണൽ ബാക്ക്ഗ്രൗണ്ടിനെ കുറിച്ച് പറയാനുള്ളത്. നെക്സ്റ്റ് പറയുന്നത് നിങ്ങളുടെ എക്സ്പീരിയൻസ്. സെക്കൻഡ് വൺ ഈസ് യുവർ എക്സ്പീരിയൻസ്. അപ്പോൾ എക്സ്പീരിയൻസ് എന്ന് പറയുമ്പം എപ്പോഴും നിങ്ങൾ കണ്ടാൽ അറിയാം പരിഗണിക്കുന്നത് കൂടുതലും UAE എക്സ്പീരിയൻസ് ഉള്ള ടീച്ചേഴ്സിനെയാണ്. ഇൻ കേസ് നിങ്ങൾക്ക് UAE എക്സ്പീരിയൻസ് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് നാട്ടിലെ എക്സ്പീരിയൻസും കാണിക്കാം. പക്ഷേ കോളേജ് എക്സ്പീരിയൻസ് ഒന്നും അത്രത്തോളം വാലിഡ് അല്ല. സ്കൂൾ എക്സ്പീരിയൻസ് ആണ് മോസ്റ്റ്ലി പ്രിഫർ ചെയ്യുന്നത്. പിന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ, എനിക്കറിയില്ല എല്ലാവർക്കും അറിയാവുമെന്ന്, നമ്മുടെ നാട്ടിലെ സ്കൂളുകളും ഇവിടുത്തെ സ്കൂളുകളും തമ്മിൽ നല്ല ഡിഫറൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളെ നാട്ടിലെ എക്സ്പീരിയൻസിനെക്കാളും എപ്പോഴും UAE എക്സ്പീരിയൻസ് ഉണ്ടെങ്കിലാണ് മുൻഗണന. പക്ഷെ നാട്ടിലെ ടീച്ചിങ് എക്സ്പീരിയൻസ് നിങ്ങൾക്ക് കാണിക്കാവുന്നതാണ്. ചിലർ ചുമ്മാ CV-യിൽ ഇവിടെ ആ സ്കൂളിൽ ഈ സ്കൂളിൽ എക്സ്പീരിയൻസ് ഉണ്ടെന്നൊക്കെ കാണിക്കും. പക്ഷെ അത് കൃത്യമായിട്ട് നിങ്ങൾ ഒരു ഡെമോ ചെയ്യുമ്പോൾ അത് കൃത്യമായിട്ട് മനസ്സിലാവുന്നതാണ്. അത് നിങ്ങൾ എക്സ്പീരിയൻസ്ഡ് ആയ ടീച്ചർ ആണോ എന്നുള്ളത് കറക്റ്റ് അവർക്ക് ഡെമോ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും. അപ്പോൾ ഒരു മിനിമം 2 വർഷത്തെ എക്സ്പീരിയൻസ് ആണ് കൂടുതൽ പരിഗണന നൽകുന്നത്. ഫ്രഷേഴ്സിനെ എടുക്കുന്നുണ്ട് കേട്ടോ, ഇല്ലയെന്നൊന്നും ഞാൻ പറയുന്നില്ല. ഫ്രഷേഴ്സിനും തീർച്ചയായിട്ടും ജോലി കിട്ടുന്നുണ്ട്. പക്ഷേ എക്സ്പീരിയൻസ് ഉള്ളവർക്ക് കുറച്ചുകൂടി പ്രിഫറൻസ് ഉണ്ടാവും, അത്രയേ ഉള്ളൂ. പിന്നെ ഓഫ് കോഴ്സ് നെക്സ്റ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം ലാംഗ്വേജ് പ്രൊഫിഷ്യൻസി ആണ്. നിങ്ങൾ ഇംഗ്ലീഷ് ലാംഗ്വേജിൽ നിങ്ങൾ എത്രത്തോളം പ്രൊഫിഷ്യൻ്റ് ആണെന്നുള്ളത് ഈ ഒരു പ്രൊഫഷൻ ഇവിടെ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫാക്ടറാണ്. ഓഫ് കോഴ്സ് നമുക്ക് നമ്മുടെ ലാംഗ്വേജ് പറയാൻ പറ്റില്ല. മലയാളം, ഈവൻ മലയാളി കുട്ടികൾ പഠിക്കുന്ന സ്കൂളുകളാണെങ്കിൽ പോലും നമുക്ക് നമ്മുടെ ലാംഗ്വേജ് സംസാരിക്കാൻ പറ്റില്ലല്ലോ തീർച്ചയായിട്ടും. അപ്പോൾ ഇംഗ്ലീഷ് പ്രൊഫിഷ്യൻസി മസ്റ്റാണ്. ഓക്കെ, അത് അവർ നിങ്ങൾ ഇൻ്റർവ്യൂ ചെയ്യുമ്പോഴും നിങ്ങളുടെ ഡെമോ കാണുമ്പോഴൊക്കെ കൃത്യമായിട്ട് നോട്ട് ചെയ്യുന്ന കാര്യമാണ്. അപ്പോൾ ഇംഗ്ലീഷ് ലാംഗ്വേജ് പ്രൊഫിഷ്യൻസി. പിന്നെ ഞാൻ ഒരുപാട് വീഡിയോസ് കാണുകയുണ്ടായി, IELTS മസ്റ്റാണ് UAEയിൽ ടീച്ചിങ് ജോലി കിട്ടാൻ വേണ്ടിയിട്ടെന്ന് ഒരുപാട് വീഡിയോസിൽ കാണുകയുണ്ടായി. അങ്ങനെ ഇല്ല കേട്ടോ. IELTS തീരെ മസ്റ്റൊന്നും അല്ല. IELTS ചെയ്യണം എന്നുള്ള യാതൊരു റൂളും UAE ടീച്ചിങ്ങിൽ ഇല്ല.
പക്ഷെ നിങ്ങൾക്ക് വേണമെങ്കിൽ ചെയ്യാം. അത് നിങ്ങളുടെ ഇംഗ്ലീഷ് ലാംഗ്വേജിന്റെ പ്രൊഫിഷ്യൻസി ഒന്ന് ഇമ്പ്രൂവ് ചെയ്യിക്കും. അത്രേ ഉള്ളൂ. IELTS ഉണ്ടെങ്കിൽ ചിലപ്പോൾ അതൊരു പ്ലസ് ആയിരിക്കും. കാരണം നിങ്ങൾ ലാംഗ്വേജിൽ നിങ്ങൾ കുറച്ചും കൂടി കോൺഫിഡന്റ് ആയിരിക്കും, നിങ്ങൾക്ക് കുറച്ചും കൂടി ഫ്ലുവൻ്റ് ആയിട്ട് ഇംഗ്ലീഷ് സംസാരിക്കാൻ പറ്റും. ഇങ്ങനെയുള്ള ബെനിഫിറ്റ് ഒക്കെ IELTS ഉള്ളവർക്ക് ഉണ്ട്. അതല്ലാതെ ഇവിടെ ടീച്ചിങ് ജോബിന് IELTS മാൻഡേറ്ററി അല്ല, അതിൻ്റെ ആവശ്യമില്ല. ഓക്കെ, അപ്പോൾ അതാണ് പിന്നെ ഒരു കാര്യം പറയാനുള്ളത്. പിന്നെ നെക്സ്റ്റ് എന്താ, ഓഫ് കോഴ്സ് നിങ്ങൾക്ക് നല്ലൊരു CV ഉണ്ടായിരിക്കണം. അതാണ് അടുത്തതായിട്ടുള്ള കാര്യം. നിങ്ങൾ ഏതൊരു പോസ്റ്റിനും ഇവിടെ അപ്ലൈ ചെയ്യുന്ന, നമ്മൾ നാട്ടിൽ പോകുന്ന പോലെ ഡയറക്റ്റ് പോയിട്ട് നമ്മൾ ഡോക്യുമെന്റ്സ് ഒന്നും കൊടുക്കുകയോ അവിടുത്തെ ഫോം ഫില്ല് ചെയ്യുകയോ അങ്ങനെയൊന്നും അല്ല. നിങ്ങൾ ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാണ്. ചിലർ സ്കൂളിൽ ഡയറക്റ്റ് പോയിട്ട് അപ്ലൈ ചെയ്യുന്നുണ്ടാവും. പക്ഷെ അപ്പോഴും നിങ്ങൾ മസ്റ്റ് ആയിട്ട് ഉണ്ടാവേണ്ടത് നിങ്ങളുടെ ഒരു CV ആണ്. CV ആണ് നമ്മൾ അവർക്ക് ഫോർവേഡ് ചെയ്യുന്നത്. ഡയറക്റ്റ് ആണെങ്കിലും ഓൺലൈൻ ആണെങ്കിലും നമ്മൾ CV ആണ് അവിടെ കൊടുക്കുന്നത്. അപ്പം CV, നല്ലൊരു CV എങ്ങനെ എഴുതാന്നുള്ള വീഡിയോസ് ഒക്കെ ഞാൻ നേരത്തെ ചെയ്തിട്ടുണ്ടായിരുന്നു. കണ്ടില്ലെങ്കിൽ ഒന്ന് കണ്ടു നോക്കൂ. അപ്പൊ CV-യിൽ ഒരു ചെറിയൊരു കാര്യം പറയാനുള്ളത്, നമ്മൾ ഒരുപാട് അങ്ങ് വലിച്ചു വാരി എഴുതേണ്ട കാര്യമില്ല. മാക്സിമം നിങ്ങളുടെ CV ഒരു 2 പേജിൽ ഒതുക്കാൻ നോക്കുക. അതിൽ നിങ്ങൾ ഹൈലൈറ്റ് ചെയ്യുന്ന നിങ്ങളുടെ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ, നിങ്ങളുടെ എക്സ്പീരിയൻസ് വിത്ത് ഫോട്ടോ, നിങ്ങൾ നല്ലൊരു CV ഉണ്ടാക്കുക. ഒരുപാട് ഡീറ്റെയിൽസ്, എക്സ്ട്രാ ഡീറ്റെയിൽസ് ഒരുപാട് വലിച്ചു വാരി എഴുതേണ്ട കാര്യമില്ല. നിങ്ങൾ ഹൈലൈറ്റ് ചെയ്യുന്ന നിങ്ങളുടെ പവർ, നിങ്ങളുടെ ടാലന്റ്, നിങ്ങളുടെ സ്കിൽസ് ഒക്കെ ഹൈലൈറ്റ് ചെയ്യുന്ന പോയിന്റ്സ് ഇൻക്ലൂഡ് ചെയ്യിച്ചിട്ട് നല്ലൊരു CV ആദ്യം തന്നെ, നിങ്ങളിപ്പോൾ UAE-യിൽ ഉണ്ടെങ്കിലും അല്ല നിങ്ങൾ നാട്ടിലിരുന്നാണ് വീഡിയോ കാണുന്നത്, നിങ്ങൾ ഇങ്ങോട്ട് വരാനുള്ള പ്ലാൻ ഉണ്ട് എന്നുണ്ടെങ്കിലും ആദ്യം തന്നെ നിങ്ങൾ നല്ലൊരു CV ഉണ്ടാക്കി കയ്യിൽ വെച്ചേക്കുക. അതിൻ്റെ കുറേ കോപ്പി, നാട്ടിൽ നിന്ന് വരുന്നവരാണ് അതിൻ്റെ ഇഷ്ടംപോലെ കോപ്പീസ് എടുത്തിട്ട് ഒന്ന് സേഫായിട്ട് കയ്യിൽ വെച്ചേക്കുക. ഇതാണ് അടുത്തൊരു കാര്യം. പിന്നെ ഡോക്യുമെന്റ്സ് നമ്മൾ പറഞ്ഞ കൂട്ടത്തിൽ, നമ്മൾ സർട്ടിഫിക്കറ്റ്സ് ഒക്കെ ഒറിജിനൽ സർട്ടിഫിക്കറ്റ് വേണമെന്ന് പറഞ്ഞതിൻ്റെ കൂട്ടത്തിൽ ഓഫ് കോഴ്സ് നിങ്ങൾക്ക് ഒരു പാസ്പോർട്ട് ഉണ്ടായിരിക്കണം. ഞാനിത് പറയുന്നത് നാട്ടിലിരുന്ന് വീഡിയോ കാണുന്നവരെ കുറിച്ചിട്ടാണ്. ചിലപ്പോൾ അവർ നാട്ടിലിരുന്ന് അപ്ലൈ ചെയ്യാം എന്നൊക്കെ വിചാരിക്കും. ചിലപ്പോൾ നാട്ടിലിരുന്ന് അപ്ലൈ ചെയ്താൽ, ഞാൻ പറയുന്നില്ല നിങ്ങൾക്ക് ഉറപ്പായിട്ടും കോൾ കിട്ടുന്നൊന്നും ഞാൻ പറയുന്നില്ല. കാരണം ഒരുപാട് പേര്, എത്രയോ പേര് ഇവിടെ UAE-യിൽ എക്സിസ്റ്റിംഗ് ആയിട്ടുണ്ട്. അവർ ഇന്റർവ്യൂവിന് പോകാൻ റെഡി ആയിട്ടുള്ളവർ ഒരുപാട് പേര് ഇവിടെ നിന്ന് അപ്ലൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ നാട്ടിൽ നിന്ന് അപ്ലൈ ചെയ്താൽ കോൾ കിട്ടുന്നവരും ജോലി കിട്ടുന്നവരും ഉണ്ട്. ഓക്കെ, കിട്ടിയിട്ടുള്ളവരൊക്കെ ഉണ്ട്. പക്ഷെ ഇവിടെ ഇരിക്കുന്നവർക്കാർക്കും കൂടുതൽ മുൻഗണന. ഈവൻ നിങ്ങൾ നാട്ടിൽ നിന്ന് അപ്ലൈ ചെയ്യുവാണെങ്കിലും നിങ്ങളൊരു ഡയറക്റ്റ് ഫേസ് ടു ഫേസ് ഇന്റർവ്യൂവിന് ഏത് സമയവും നിങ്ങൾ ഇങ്ങോട്ട് വരാൻ റെഡി ആയിട്ടുള്ള ഒരാളായിരിക്കണം. അതല്ലാതെ നിങ്ങൾ പാസ്പോർട്ടിന് പോലും അപ്ലൈ ചെയ്യുന്നതിന് മുമ്പേ നിങ്ങൾ ഇവിടെ ടീച്ചിങ് ജോലിക്ക് അപ്ലൈ ചെയ്യുന്നത് നല്ലൊരു ഇതല്ല. അപ്പോൾ നിങ്ങളെ കയ്യിൽ എപ്പോഴും നിങ്ങളുടെ പാസ്പോർട്ട് റെഡി ആയതിനു ശേഷം മാത്രം നിങ്ങൾ നാട്ടിലിരുന്നാണെങ്കിലും നിങ്ങൾ ടീച്ചിങ് ജോബിന് അപ്ലൈ ചെയ്യുക. ഇന്റർവ്യൂ കിട്ടിയാൽ പെട്ടെന്ന് വരാൻ പറ്റുന്ന രീതിയിൽ. അതാണ് ഒരു കാര്യം. പിന്നെ ഒരു കാര്യം എന്ന് പറയുന്നത്, നിങ്ങളുടെ സർട്ടിഫിക്കറ്റ്സ് അറ്റസ്റ്റഡ് ആയിരിക്കണം. അറ്റസ്റ്റഡ് എന്ന് പറയുമ്പോൾ ജോലി കിട്ടിയിട്ട് അറ്റസ്റ്റ് ചെയ്യുന്നവരുണ്ട്, അത് വലിയ കുഴപ്പമില്ല. പക്ഷെ എന്നാലും എപ്പോഴായാലും നമ്മുടെ സർട്ടിഫിക്കറ്റ്സ്, നമ്മൾ ഡിഗ്രി ആണെങ്കിലും PG ആണെങ്കിലും, ഇപ്പോൾ ഹയസ്റ്റ് നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ PG ആണെങ്കിൽ PG സർട്ടിഫിക്കറ്റ്സ് അറ്റസ്റ്റ് ചെയ്യുക. ഒപ്പം തന്നെ നിങ്ങളുടെ ഡിഗ്രി സർട്ടിഫിക്കറ്റ്, എല്ലാ സർട്ടിഫിക്കറ്റ്സും കേട്ടോ. ഈവൻ 10th ഞാൻ ഈവൻ 10th പോലും അറ്റസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ സർട്ടിഫിക്കറ്റ്സ് ഒക്കെ അറ്റസ്റ്റഡ്, അത് നമ്മുടെ UAE എംബസി അറ്റസ്റ്റ് ചെയ്യണം, ഇന്ത്യൻ എംബസി അറ്റസ്റ്റ് ചെയ്യണം. നിങ്ങൾക്ക് UAE-യിലാണെങ്കിൽ ഇവിടെ കൊടുത്തിട്ടും അറ്റസ്റ്റ് ചെയ്യിപ്പിക്കാം, നാട്ടിൽ കൊടുത്തിട്ടും അറ്റസ്റ്റ് ചെയ്യിക്കാം. ഞാൻ നാട്ടിൽ കൊടുത്തിട്ടായിരുന്നു തോന്നുന്നു ചെയ്തത്. കാരണം കമ്പാരിറ്റീവ്ലി റേറ്റ് കുറവ് നമ്മളെ നാട്ടിൽ നിന്ന് ചെയ്യുമ്പോഴാണ്. അപ്പോൾ നിങ്ങൾ നാട്ടിൽ നിന്ന് ഇങ്ങോട്ട് വരാൻ പ്ലാനാണ്, വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് നാട്ടിൽ നിന്ന് സർട്ടിഫിക്കറ്റ്സ് ഒക്കെ അറ്റസ്റ്റ് ചെയ്തിട്ട് വരുന്നതായിരിക്കും ബെറ്റർ. അപ്പോൾ ആ ഒരു കാര്യം ഓർമ്മയിൽ വെക്കുക. പിന്നെ പിന്നെ നമ്മൾ വിസേനെ കുറിച്ച് പറയുകയാണെങ്കിൽ എല്ലാവർക്കും ഉള്ളൊരു സംശയമാണ്, സ്കൂൾസ് വിസ തരില്ലേ, അല്ല നമ്മൾ സെൽഫ് വിസ ആയിരിക്കണോ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ പറയുകയാണെങ്കിൽ എല്ലാ സ്കൂളും ചിലപ്പോൾ വിസ തരുന്നില്ല. പക്ഷേ മെജോറിറ്റി സ്കൂളും വിസയൊക്കെ പ്രൊവൈഡ് ചെയ്യുന്ന സ്കൂൾസ് തന്നെയാണ്. ഇപ്പോൾ ഞാൻ വർക്ക് ചെയ്യുന്ന സ്കൂൾസൊക്കെ ടീച്ചേഴ്സിന് വിസ വേണ്ട ടീച്ചേഴ്സിനൊക്കെ വിസ കൊടുക്കുന്നുണ്ട്. അതൊന്നും പ്രശ്നമില്ല. പക്ഷേ ചില സ്കൂൾസ് പ്രിഫർ ചെയ്യുന്നത് എപ്പോഴും നമുക്ക് വിസ ഉണ്ടെങ്കിലാണ്. അതായത് നിങ്ങളിപ്പോൾ ഹസ്ബൻഡ് വിസയിലൊക്കെ ഉള്ള ലേഡീസ് ഒക്കെ ആണെങ്കിൽ നമ്മൾ ആ ഒരു സ്റ്റാറ്റസിന് കുറച്ച് ഒരു എക്സ്ട്രാ ഇതുണ്ട്, ഒരു എക്സ്ട്രാ ബെനിഫിറ്റ്സ് ഉണ്ട്. അപ്പോൾ സ്കൂള് അങ്ങനെയുള്ളവരും പ്രിഫർ ചെയ്യും. അതുകൊണ്ട് വിഷമിക്കൊന്നും വേണ്ട, വിസ തരുന്ന സ്കൂൾസ് ഒരുപാടുണ്ട്. ഓക്കെ, അതാണ് അടുത്തതായിട്ടുള്ള ഒരു കാര്യം. പിന്നെന്താ, പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, നിങ്ങൾ ഇവിടെ ടീച്ചർ ആവണോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്നത് നിങ്ങളുടെ CV-യോ നിങ്ങളുടെ ഡോക്യുമെന്റ്സോ അല്ല നിങ്ങളുടെ ഇന്റർവ്യൂവിലുള്ള പെർഫോമൻസോ ഇതൊന്നും മാത്രമല്ല. ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകം എന്ന് പറയുന്നത് നിങ്ങളുടെ ഡെമോ ക്ലാസ് ആണ്. ഞാൻ പല വീഡിയോകളിലായിട്ട് പറഞ്ഞിട്ടുള്ളതാണ്. നിങ്ങൾ എത്ര നന്നായിട്ട് നിങ്ങൾ ഒരു കുട്ടിക്ക് ക്ലാസ് എടുത്ത് കൊടുക്കുന്നു എന്നുള്ളത്, എങ്ങനെ നിങ്ങൾ ക്ലാസ് റൂം മാനേജ് ചെയ്യുന്നു, എത്രത്തോളം നോളജ് നിങ്ങൾക്ക് നിങ്ങളുടെ സബ്ജക്റ്റിലുണ്ട്, ആ നോളജിനെ എത്രത്തോളം നിങ്ങൾക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റുന്നുണ്ട് എന്നുള്ള കാര്യങ്ങളാണ് ഏറ്റവും പ്രധാനമായിട്ട് ടീച്ചിങ് ജോബിൽ നോക്കുന്നുള്ളത്.
അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഡെമോ ആണ് ഇവിടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഘടകം. അപ്പോൾ എപ്പോഴും നിങ്ങൾക്ക് നല്ല കോൺഫിഡൻസ് ഉള്ള ഏതെങ്കിലും ഒരു സബ്ജക്റ്റിൽ ഏതെങ്കിലും ഒരു ടോപ്പിക്കിൽ നിങ്ങളൊരു ഡെമോ നിങ്ങൾ പ്രിപ്പയർ ചെയ്ത് വെച്ചേക്കുക കയ്യിൽ. മോസ്റ്റ് ഓഫ് ദ സ്കൂൾസും നിങ്ങൾക്ക് അങ്ങനെ ഒരു ചാൻസ് തരില്ല, പക്ഷെ ചില സ്കൂൾ തരാറുമുണ്ട്. അധികം സ്കൂളും നിങ്ങൾ ഇൻ്റർവ്യൂവിന് പോകുമ്പോൾ നിങ്ങൾക്ക് അവിടെ നിന്ന് പെട്ടെന്ന് ഒരു ടോപ്പിക്ക് തരും, കുറച്ച് സമയം പ്രിപ്പയർ ചെയ്യാൻ തരും, അതല്ലെങ്കിൽ പ്രിപ്പയർ ചെയ്തിട്ട് നാളെ വരാൻ പറയും. അങ്ങനെയൊക്കെയാണ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ നമുക്ക് ലിമിറ്റേഷൻ ഉണ്ട്. അവർ തരുന്ന ടോപ്പിക്കിൽ മാത്രമേ നമുക്ക് ഡെമോ ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷേ ചില സ്കൂളുകളിൽ കാണാം, നമ്മൾ ഇൻ്റർവ്യൂവിന് പോകുമ്പോൾ അവർ ചിലപ്പോൾ ചോദിക്കാറുണ്ട്, നിങ്ങളൊരു ഡെമോ എടുക്കാൻ വില്ലിങ് ആണോ, റെഡി ആണോ എന്ന്. അപ്പോൾ നമ്മൾ ഓക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ കയ്യിൽ നമ്മൾ ഓൾറെഡി പ്രിപ്പയർ ചെയ്ത് വെച്ചിരിക്കുന്ന നല്ലൊരു ഡെമോ ക്ലാസ് കയ്യിൽ കാണണം. അപ്പോൾ അതും ഒന്ന് നിങ്ങൾ CV പ്രിപ്പയർ ചെയ്യുന്നതിനോടൊപ്പം നല്ലൊരു ക്ലാസ്, ഒരു ഡെമോ ക്ലാസ്സും കൂടി പ്രിപ്പയർ ചെയ്ത് വെക്കുക. അപ്പോൾ നമ്മൾ ഒരവസരം കിട്ടുമ്പോൾ നല്ല രീതിയിൽ ക്ലാസ് എക്സിക്യൂട്ട് ചെയ്യാം. അതാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ള വേറൊരു കാര്യം. പിന്നെ നിങ്ങൾക്ക് അറിയാം, ഇപ്പോൾ ടീച്ചിങ് ലൈസൻസ് നിർബന്ധമാണ്, ഇക്വലൻസി ഉണ്ടായിരിക്കണം ടീച്ചിങ് ലൈസൻസ് എടുക്കണമെങ്കിൽ. ഇതിനൊക്കെ വേണ്ടിയാണ് നമ്മൾ ആദ്യം പറഞ്ഞില്ല സർട്ടിഫിക്കറ്റ് അറ്റസ്റ്റഡ് ആയിരിക്കണം എന്ന്. ഈ സർട്ടിഫിക്കറ്റ് അറ്റസ്റ്റഡ് ആവുന്നത് ഇതിനു വേണ്ടിയിട്ടാണ്. അപ്പോൾ അത് ഇപ്പം നിങ്ങൾ ബോധർ ചെയ്യേണ്ട കാര്യമില്ല. വൺസ് നിങ്ങൾ ജോലി കിട്ടിക്കഴിഞ്ഞിട്ട് നമ്മളതിനെ കുറിച്ചിട്ട് ബോധറായാൽ മതി. അതായത് സർട്ടിഫിക്കറ്റ് അറ്റസ്റ്റ് ചെയ്യുന്നതിനെ കുറിച്ച് അറ്റസ്റ്റ് ചെയ്ത് കഴിഞ്ഞ് നമ്മൾ ജെന്യൂനിറ്റിക്ക് അപ്ലൈ ചെയ്ത് ഒരു 2-3 മാസത്തെ സമയമുണ്ട് ജെന്യൂനിറ്റി കിട്ടാൻ. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇക്വാലൻസിക്ക് പോകും. അത് കഴിഞ്ഞിട്ട് നമ്മൾ ടീച്ചിങ് ലൈസൻസ് എക്സാം എഴുതിയിട്ട് ക്ലിയർ ചെയ്യാണ് ചെയ്യുന്നത്. അതിനെക്കുറിച്ചിട്ട് ഞാൻ അടുത്ത് തന്നെ ഒരു വീഡിയോ ഇടുന്നുണ്ട്, ജെന്യൂനിറ്റി എങ്ങനെ അപ്ലൈ ചെയ്യാം, ഇക്വലൻസി എങ്ങനെ എടുക്കാമെന്ന് തുടങ്ങിയിട്ട്. അപ്പോൾ ഇതാണ് അടുത്തൊരു കാര്യം. അതുപോലെ നിങ്ങൾക്ക് ജോലി കിട്ടിക്കഴിഞ്ഞാൽ പോലീസ് ക്ലിയറൻസ് വേണം, അതൊക്കെ നമുക്ക് പിന്നെ ചെയ്യാവുന്ന കാര്യമാണ്. അപ്പോൾ ഒരു ബിഗിനിങ്ങിൽ നിങ്ങളൊരു ഇൻ്റർവ്യൂവിന് പ്രിപ്പയർ ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ നിങ്ങൾ UAEയിൽ ഒരു ടീച്ചിങ് ജോബ് നിങ്ങൾ സ്വപ്നം കാണുമ്പോൾ നിങ്ങളുടെ കയ്യിൽ നല്ലൊരു CV ഉണ്ടായിരിക്കുക, നിങ്ങളുടെ കയ്യിൽ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ അതിനു വേണ്ടി ഉണ്ടായിരിക്കുക, അത് റെഗുലർ ആയിരിക്കുക, നിങ്ങളുടെ സർട്ടിഫിക്കറ്റ് അറ്റസ്റ്റഡ് ആയിരിക്കുക, നിങ്ങളുടെ കയ്യിൽ ഒരു പാസ്പോർട്ട് ഉണ്ടായിരിക്കുക, നിങ്ങൾ ഇംഗ്ലീഷിൽ നല്ല പ്രൊഫിഷ്യൻ്റ് ആയിരിക്കുക. ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ ഈ ഒരു വീഡിയോ ഒരുപാട് വലുതൊന്നുമല്ല, കുഞ്ഞു വീഡിയോ ആണ്, വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും ഞാൻ പ്രതീക്ഷിക്കുന്നു. ഏപ്രിലാണ് നമ്മുടെ പുതിയ അക്കാദമിക് ഇയർ CBSE സ്കൂൾസിൽ തുടങ്ങുക. ഞാൻ ഒന്നും കൂടി ഓർമ്മിപ്പിക്കുന്നു, ഫെബ്രുവരി എൻഡ് അല്ലെങ്കിൽ മാർച്ചിലൊക്കെ ആകുമ്പോൾ നല്ല നല്ല സ്കൂളുകളിൽ ഒരുപാട് വേക്കൻസീസ് നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ ആ ഒരു സമയത്ത് നിങ്ങൾ UAEയിൽ വരാൻ പ്ലാൻ ചെയ്യുന്നവരാണെങ്കിൽ ആ ഒരു സമയത്തേക്ക് നിങ്ങൾ വരാൻ നോക്കുക. മാക്സിമം ഇൻ്റർവ്യൂസ് എല്ലാവർക്കും കിട്ടട്ടെ, നല്ല രീതിയിൽ ഇൻ്റർവ്യൂ ഒക്കെ അറ്റൻഡ് ചെയ്യാൻ പറ്റട്ടെ. അപ്പോൾ എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്. നമ്മൾ പുതിയൊരു ടോപ്പിക്കുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.